ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നതേ, നമുക്ക് ഓരോരുത്തർക്കും രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ചിലപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടമില്ലാത്തവർ കാണും, പുതിയതായിട്ട് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാൻ ആഗ്രഹമുള്ളവർ കാണും. അങ്ങനെ കുറച്ച് അധികം ആൾക്കാർ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നു. നമ്മുടെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് ഉണ്ടല്ലോ, അവരുടെ നേതൃത്വത്തിലൊരു 10-20ഓളം വരുന്ന ആൾക്കാരാണ് BJPയിൽ ചേർന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് അവരെ സ്വീകരിച്ചത് BJP സംസ്ഥാന കാര്യാലയത്തിൽ വെച്ചിട്ട് തിരുവനന്തപുരത്തെ. ഇതിനകത്തൊരു കാര്യം, ഈ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ BJPയിൽ ചേർന്നതിന് ശേഷം അവരുടെ FBയുടെയൊക്കെ അടിയിൽ ഈ BJP ചേർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു പ്രത്യേകതരം ആൾക്കാർ വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ ഇടുവാണ്. വളരെ മോശമായ രീതിയിൽ അവരെ സംബന്ധിച്ച് അവരിവിടുത്തെ എന്തോ വലിയ പുരോഗമന പാർട്ടിക്കാരും വിപ്ലവ പാർട്ടിക്കാരും ഒക്കെയാണെന്നാണ് പറയുന്നത്. അവർ മാത്രമല്ല, അവരുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ജിഹാദികളുമുണ്ട്. വളരെ മോശമായിട്ട് വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ട് നിർവൃത്തി അടയത്തേ ഉള്ളൂ. BJP അതിൻ്റെ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കും. BJPയുടെ കൂടെ എല്ലാ സമൂഹത്തിലുമുള്ള ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഇസ്ലാം മതസ്ഥരായിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, എല്ലാ മതത്തിലുള്ള ആൾക്കാർ, എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ, എല്ലാ രീതിയിലുള്ള ആൾക്കാരും BJPയോട് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ കുറച്ച് കാലഘട്ടമായിട്ട് കുറച്ചധികം പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം നമുക്കറിയാം. BJPയുടെ ഇപ്പോഴത്തെ വളർച്ച, അതുപോലെ തന്നെ NDA അവരുടെ സഖ്യകക്ഷിയായ ഇവിടുത്തെ എന്താ പറയണ്ടേ, NDA കൂട്ടായ്മയിലുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ നിങ്ങൾക്ക് ഒട്ടും സഹിക്കുന്നില്ലെന്ന് നമുക്കറിയാം. എന്തായാലും ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ പറയേണ്ട കമൻറ്റിൽ വന്നുള്ള രോദനങ്ങളും കമൻറ്റിൽ വന്നുള്ള തോന്നിവാസങ്ങളും ഒക്കെ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. അത് BJPക്ക് കുറച്ചും കൂടി എന്താ പറയണ്ടേ, മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ BJPയിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് വരാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. കാര്യം നിങ്ങൾക്ക് ഈ ഇടതുപക്ഷം, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പോരാളികളാണ് ഏറ്റവും കൂടുതൽ ഈ തോന്നിവാസം എഴുതി വിടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പോരാളികളുടെ മറവ് പിടിച്ച് നിൽക്കുന്ന ജിഹാദികൾ കുറേ ആൾക്കാരുണ്ടല്ലോ. കാര്യം അവർ ജിഹാദികൾക്ക് വേറെ കുറേ ആഗ്രഹങ്ങളാണ്. അവർ ഈ ഇടതുപക്ഷത്തിനെ മറയാക്കിക്കൊണ്ട്, അവരുടെ ഭരണവും അവരുടെ സംവിധാനമൊക്കെ മറയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഉദ്ദേശം വേറെയാണ്. അത് ഒരുപാട് താമസമില്ലാതെ ഇപ്പന്മാർ ഈ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അത് അനുഭവിച്ചോളൂ, അതിൻ്റെ ഇത്. അപ്പോൾ BJPയിലേക്ക് അങ്ങനെ ഒരുപാട് പേര് വരും. നിങ്ങൾ ഇതേ രീതിയിൽ കമൻറ്റ് ഇട്ടാൽ നമ്മളെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് തിരിച്ച് ഇതിൻ്റെ ഇരട്ടി കമൻറ്റ് തരാൻ നമുക്ക് BJPക്ക് ഇവിടെ സംവിധാനമുണ്ട് കേരളത്തിൽ. അത്രത്തോളം ശക്തമായി BJP. അപ്പോൾ നമ്മളതിനെ നിൽക്കുന്നില്ല. ചില ആൾക്കാർ കമൻറ്റുകളും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളതിനെ നിൽക്കുന്നില്ല. നമ്മളെന്തായാലും BJP ഈ വന്നവരെ എല്ലാം ചേർത്ത് നിർത്തി, ഒരാളെ പോലും നമ്മൾ വിടാതെ BJPയുടെ മനസ്സിലെ ആ ഒരിത്, കേരളത്തിലെ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കണമെന്നും 140 നിയോജക മണ്ഡലങ്ങളിലും BJP നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അന്നേരം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എത്രത്തോളം മാക്സിമം കമൻറ്റ് BJPക്കെതിരെ തന്നെ പറയുക. ജനങ്ങളത് മനസ്സിലാക്കി BJP അംഗീകരിച്ച് BJPക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓക്കെ, ഇന്ന് ഇത്രയേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.